ഹലോ ഗൈസ്, അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിന് മുന്നത്തെ ഒരു ഷോട്ടിൽ ഞാൻ റോയ് എന്ന വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് ഞാൻ വിട്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ കാണാനിടയായി. അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഷോട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. Wish you all a very happy 77th Indian National Republic Day. This is a great day in each one of our lives. So wishing you and your family again a very happy. മരിക്കുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുന്നേ അദ്ദേഹം ഇട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് ഈ കണ്ടത്. അപ്പോൾ ഇത്രയ്ക്കും വലിയൊരു ബിസിനസ് ഉടമസ്ഥന് ഇത്ര ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് മനസ്സ് പതറണമെങ്കിൽ, അതുമല്ല ഇത്ര വലിയൊരു സ്റ്റെപ്പ് എടുക്കും എന്ന കാര്യത്തിലാണ് ഇവിടെ ഡൗട്ട് കേട്ടോ. കാരണം ഇത്ര വലിയൊരു ബിസിനസ്സിൽ ഏത് സന്ദർഭത്തിലും പല പ്രോബ്ലംസ് വരാവുന്നതാണ്. അപ്പോൾ അതൊക്കെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഇദ്ദേഹത്തിന് ഇല്ലാതിരിക്കില്ലല്ലോ. കാരണം ഒരുപാട് സെക്രട്ടറിമാരും ഒരുപാട് ഇതിൻ്റെയൊക്കെ എല്ലാ പല സെക്ഷനിലുള്ള ആൾക്കാരും അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം വെറും ഒരു IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ ആ ഫയലുകൾ എടുക്കാൻ പോയ റൂമിലേക്ക് പോയ അദ്ദേഹം സ്വയം വെടിവെച്ച് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഒക്കെ നിമിഷ നേരം കൊണ്ട് ഒരു സിനിമ സ്റ്റൈലാണ് ഇപ്പോൾ ഇവിടെ സംഭവം നടന്നത്. പിന്നെ അതുമല്ല, സൂയിസൈഡ് ചെയ്യാൻ വിചാരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്ന ദിവസം ഒരു 2-3 ദിവസം മുന്നൊക്കെ വളരെ മാനസികപരമായിട്ട് വിഷമത്തിലായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി വിഷ് ചെയ്യുന്നതാണ്. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ, അദ്ദേഹം വിചാരിക്കുന്നപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാൻ ജയിലിൽ അടക്കപ്പെടുന്നു വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിസ്സാരമായിട്ട് തന്നെ പുറത്തിറക്കാൻ ഒരുപാട് സപ്പോർട്ട് ഉണ്ടെന്നുള്ള അദ്ദേഹത്തിന് തന്നെ അറിയാം ഈ കാര്യം. പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടലൊക്കെ സ്വാഭാവികമാണ്. എല്ലാ ബിസിനസ്സിലും ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ചാൻസ് കൂടുതലല്ലേ? ഇപ്പൊ റീസെന്റ് ആയിട്ട് റോൾസ് റോയ്സ് ഒക്കെ ഇറക്കിയ ആളാണ്. പോരാത്തതിന് ആവശ്യത്തിലധികം സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ്. ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ ആൾക്ക് ഒരു പ്രശ്നമില്ല, അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഗൺ ഷോട്ടും കൂടി സൂയിസൈഡ് ഞാൻ യൂസ് ചെയ്തത് ഗണ്ണാണ്. അത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു ദുരൂഹതയില്ലേ? ഇതൊക്കെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരു മർഡറായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, എനിക്ക് മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ സംശയം കേട്ടോ. ഒരുപാട് വോയിസ് റെക്കോർഡ്സുകൾ പുറത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തക്കതായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ ഇതിന് പിന്നിൽ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.